ഹലോ, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ്, പുട്ടുപൊടിയുടെ റെസിപ്പിയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ നിന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പുട്ടുപൊടിയാണ്. നമ്മൾ പുറത്തുനിന്നൊന്നും ഇനി പുട്ടുപൊടി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടി എങ്ങനെ വീട്ടിലുണ്ടാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാനിവിടെ വന്നത്. സോഫ്റ്റ് മാത്രമല്ല, നല്ല ടേസ്റ്റുമാണ് ഈ പുട്ടുണ്ടാക്കാൻ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊടി പുറത്തുനിന്ന് വാങ്ങിക്കാണ്ട് നമ്മൾ ആവശ്യത്തിന് പുട്ടുപൊടി വീട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നമ്മൾ പുട്ടിൻ്റെ പൊടി ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നല്ല നൈസായിട്ടുള്ള പൊടിയാണ്. നമ്മൾ ഇതുപോലെ വറുത്ത് വെച്ചാൽ നമ്മൾ നല്ല നൈസായിട്ട് കടയിൽ നിന്ന് മേടിക്കുന്ന പൊടി പോലത്തെ പൊടിയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളതൊന്ന് വീഡിയോയിലേക്ക് പോയാലോ. ഞാനതിന് 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. നമ്മൾ സാധാരണ അരി, നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയാണ് എടുത്തത്. പച്ചരി അല്ല കേട്ടോ, ചോറ് വയ്ക്കുന്ന അരി. അതായത് നിങ്ങൾ പൊന്നിയോ, വേവ് കുറച്ച് കുറവുള്ള അരി എടുക്കുക. പൊന്നിയോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോറിൽ നിന്നൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ അരി കിട്ടും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങളിതുപോലെ പുട്ടുപൊടി ഉണ്ടാക്കി വയ്ക്കാം. അപ്പം ഞാനത് 2 ഗ്ലാസ് എടുത്തിട്ട് അതിൽ നിറയെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് ഒന്ന് കുതിർക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. ഈ അരിയൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ കുതിർന്നിട്ട് നന്നായിട്ട് അരി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് നന്നായിട്ട് ഒന്ന് വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ വെള്ളവും ഒഴിവാക്കി വെച്ചിട്ടുണ്ട്, ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം എത്രയായാലും ഊറ്റിയാലും കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആ നനവൊന്ന് പൊടിയിൽ കാണും, അരിയിൽ കാണും. അപ്പോൾ ഒന്നും കൂടി ഞാൻ ഇതുപോലെ അരിപ്പ ഉണ്ടെങ്കിൽ നിങ്ങൾ അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി എൻ്റെ വെള്ളം ഒഴിവാക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരുവിധം വെള്ളമൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേണ്ടത് നല്ലൊരു തോർത്തുമുണ്ടോ അല്ലെങ്കിൽ വെള്ള കോട്ടൻ്റെ തുണിയോ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ട് നിർത്തി വെച്ചിട്ട് അതിലേക്ക് ഈ അരി ഒന്ന് വിരിച്ചിടാം, നന്നായിട്ടൊന്ന് പരത്തിയിട്ട് നമുക്ക് ഇടാം. അപ്പോൾ ആ അരിൻ്റെ കുറച്ചും കൂടി നനവുണ്ടെങ്കിൽ അതും കൂടി പോയി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അരി പൊടിച്ചെടുക്കുമ്പോഴാണ് നല്ല പൊടിയായിട്ട് കിട്ടുക. അപ്പം നനവായിട്ട് നമ്മൾ പൊടിക്കുമ്പം ഈ അരി പൊടിച്ചെടുക്കുമ്പോൾ ഉണ്ടയായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒഴിവാക്കാൻ പറയുന്നത്. അങ്ങനെ ഞാൻ 2 മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. 2-3 ട്രിപ്പ് ഇട്ടിട്ട് നിങ്ങൾ കുറേശ്ശെ ആയിട്ട് അരി എടുത്തിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ രാത്രിയാണ് അരി ഇടുന്നതെങ്കിൽ വെള്ളത്തിൽ അരി ഇടുകയാണെങ്കിൽ രാവിലെ നിങ്ങൾക്ക് ഇതുപോലെ പൊടിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അപ്പോൾ തന്നെ പുട്ടിൻ്റെ കുറ്റിയിൽ നിറച്ചിട്ട് നിങ്ങൾക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. അല്ല നിങ്ങൾ വൈകുന്നേരമാണ് പുട്ടൊക്കെ ചുടുന്നതെങ്കിൽ ഈ ടൈമിൽ നമ്മൾ പൊടിച്ച് വെക്കുന്ന ടൈമിൽ തന്നെ പുട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ വറക്കേണ്ട ആവശ്യമില്ല. അത് നേരിട്ടിട്ട് തന്നെ അരി നേരിട്ടിട്ട് കുറ്റിയിൽ നിറച്ചിട്ട് പുട്ടുണ്ടാക്കാം. അല്ല നമുക്ക് കുറച്ച് ടൈം വേണം, അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസമൊക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ സാധാരണ പുട്ടിന് വറക്കുന്ന പോലെ ഒന്ന് വറുത്തെടുക്കുക. ഒന്ന് ആവി പറന്ന് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പുട്ടിൻ്റെ വറവൊക്കെ അറിയാമല്ലോ, ഒന്ന് ആവി അതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് വരുന്ന വരെ ഒന്ന് വറുത്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ 2-3 ദിവസത്തേക്ക് പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാത്രികളിലൊക്കെ നമുക്ക് പെട്ടെന്ന് പുട്ടൊക്കെ ചുടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടി വറുത്ത് വയ്ക്കുക. ഈ വറുത്ത പൊടിയാണ് ഇന്നിപ്പോൾ പുട്ടുണ്ടാക്കി കാണിച്ചു തരുന്നത്. കുറച്ച് പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കണ്ടോ, പൊടി കണ്ടാൽ തന്നെ അറിയാം, ഞാൻ കുഴയ്ക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് പൊടിയുടെ സോഫ്റ്റ്നെസ്. ഇതുപോലെ ഇരിക്കും പൊടി, കണ്ടോ, ഇതുപോലെ തരിതരിയായിട്ടിരിക്കും. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. കുറേ വെള്ളം ഒഴിക്കേണ്ട, കുറേശ്ശെ വെള്ളം ഒഴിക്കുമ്പം തന്നെ ഇത് നന്നായിട്ട് അങ്ങോട്ട് കുഴഞ്ഞ് വരും. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ഇത് ഇങ്ങനെ കട്ടായിട്ട് കെട്ടി വരും. അത് ശ്രദ്ധിക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരുവിധം പുട്ടിൻ്റെ പൊടി കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് പുട്ടും കുറ്റിയിൽ ഇതുപോലെ നാളികേരം ഇട്ടിട്ട് ആവിക്കൊന്ന് വെച്ചിട്ട് നമുക്ക് പുട്ട് എങ്ങനെ ഉണ്ടാക്കി പുട്ടിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ആവിയിൽ നിറച്ചിട്ട് ഇതുപോലെ പുട്ട് ചുട്ടെടുക്കാൻ പോവുകയാണ്. നമ്മൾ കുക്കറിൽ ഇങ്ങനെ വെക്കുമ്പോൾ ആവി ഒന്ന് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടി ഇത് ഒന്ന് വരുന്ന വിധത്തിൽ വയ്ക്കുക. ഒന്ന് അടച്ച് വെച്ചാലും മതി. എൻ്റെ അടപ്പൊക്കെ ഒന്ന്
കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ തുറന്ന് വെച്ചിരിക്കുകയാണ്. ഇതിന് അടപ്പ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അടച്ച് വെച്ചാൽ നന്നായിട്ട് ആവി അത് ഉള്ളിലേക്ക് വരും. എന്നിട്ട് അതൊന്ന് പാത്രത്തിലേക്ക് നമുക്ക് എടുത്തു വയ്ക്കാം. ഇതുപോലെ ഒട്ടും പൊട്ടാത്ത നല്ല സോഫ്റ്റായ പുട്ട് റെഡിയാക്കാം. ഇതുപോലെ ഞാൻ ആ മാവ് വെച്ചിട്ട് 2-3 പുട്ടൊക്കെ ചുട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നിങ്ങൾ കുറേശ്ശെ പൊടി നാളികേരമൊക്കെ നിങ്ങൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് മുകളിൽ നമ്മൾ ഫുള്ള് ഇട്ടിട്ട് മുകളിൽ വേണമെങ്കിൽ വെതറിയിടാം. അതൊക്കെ നമ്മളെ ഇഷ്ടം പോലെ ചെയ്യാം. പുട്ടിൻ്റെ പൊടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പറഞ്ഞു തരുന്നത് ഇവിടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പൊടി ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൊടിയിലൊക്കെ പല എന്തെങ്കിലുമൊക്കെ മായമൊക്കെ ചേർത്താലും ഒക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ പുട്ടുപൊടി ഉണ്ടാക്കിയാൽ പലർക്കും ശരിയാവുന്നില്ല. ഈ പുട്ട് ചുട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടയായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഉറപ്പായിട്ടൊക്കെയാണ് പുട്ട് കിട്ടുന്നത്. ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല പുട്ട്, നല്ല അടിപൊളി സോഫ്റ്റ് പുട്ട് കിട്ടും. ഇനിയിപ്പോൾ ഈ പുട്ടൊന്ന് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു പ്ലേറ്റിലേക്ക് ഒരു പുട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം പൊട്ടിയിട്ട്. ഒരു കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഞാൻ തൊട്ടിട്ടേ ഉള്ളൂ. കണ്ടോ, പുട്ട് അത്രയും സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഞാനൊരു ടിപ്പും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ അഥവാ കുഴയ്ക്കുമ്പം ഇത് നമ്മൾ ചോറിന് ഇടുന്ന അരി ആയതുകൊണ്ട് നമ്മൾ പൊടിച്ച് വറുത്തെടുക്കുമ്പം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാൻ നന്നായി ശ്രദ്ധിക്കണം. ഇനി അഥവാ നിങ്ങളെടുത്തു നിന്ന് കുറച്ച് വെള്ളം, അത് ഏത് പുട്ടിലാണെങ്കിൽ വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങളടുത്ത് പത്തിരിപ്പൊടി ഉണ്ടെങ്കിൽ ലേശം പത്തിരിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ പുട്ടിൻ്റെ ആ കണക്കിന് കറക്റ്റാവും. വെള്ളം കൂടുതലുള്ള വെള്ളം അങ്ങനെ വലിച്ചെടുത്തിട്ട് നമുക്ക് കറക്റ്റ് പുട്ടിൻ്റെ ആ കുഴയ്ക്കുന്ന ആ രീതിയിൽ ആയി വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുട്ടിന് വെള്ളം കൂടി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പേടിച്ചിട്ടൊന്നും ഇരിക്കേണ്ട. ഇതുപോലെ കുറച്ച് പത്തിരിപ്പൊടി കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ഇട്ടിട്ട് കുറച്ച് വെതറിയിട്ട് അതൊന്നും കൂടി കുഴച്ചെടുത്താൽ നല്ല പുട്ടായിരിക്കും. പക്ഷേ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ പുട്ടിൻ്റെ വെള്ളം കൂടുതലൊന്നും ആവില്ല. അപ്പോൾ ഞാൻ ടിപ്പ് പറഞ്ഞു തന്നേ ഉള്ളൂ പുട്ടുണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് പുട്ട് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് സമയവും മതി ഇതിന്. 2-3 ദിവസത്തേക്കൊക്കെ നിങ്ങൾക്ക് പുട്ടുപൊടി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്താൽ, ഓൾ എന്നുള്ള ബട്ടണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.